ഇത് സോഷ്യൽ മീഡിയയുടെ യുഗമാണ്. കയ്യിലൊരു ഫോണും ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഉണ്ടെങ്കിൽ ഈ കാലത്ത് ആർക്കും ആരെ വേണമെങ്കിലും മോശക്കാരായി ചിത്രീകരിക്കാം. ഏത് സംഭവത്തെ വേണമെങ്കിലും തെറ്റായി പ്രചരിപ്പിക്കാം. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് തുരുത്തിപ്പള്ളിയിൽ നടന്നത്. ഒരു വ്യക്തി വൈദികന്റെ കാപ്പയും ധരിച്ച് ഓടുന്ന വീഡിയോ എന്തെല്ലാം തലക്കെട്ടുകൾ നൽകിയാണ് സോഷ്യൽ മീഡിയയിൽ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ സത്യാവസ്ഥയെക്കുറിച്ച് വിശദമായൊരു വീഡിയോ നമ്മൾ തന്നെ ഈ സമയങ്ങളിൽ പുറത്തുവിട്ടു. എന്നാൽ ഒരു കാര്യം കൂടി പറയാതെ പോയാൽ വാർത്ത പൂർണ്ണമാവുകയില്ല എന്നെനിക്ക് തോന്നി. ഇന്ന് രാവിലെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് അയച്ചു തന്ന ഒരു വീഡിയോ ആണിത്. നിങ്ങളതൊന്ന് കേട്ടു നോക്കൂ. സമൂഹത്തിൽ ലഹരിയുടെ ഉപയോഗം എത്രത്തോളം മാരക പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്നത് ദിനം പ്രതി ഓരോ വാർത്തകളിലൂടെ നാം കണ്ടും കേട്ടും മനം മടുത്തിരിക്കുകയാണ്. പ്രത്യേകിച്ച് സിന്തറ്റിക് ഡ്രഗ്സ് ഏറ്റവും മാരകമായ സ്ഥിതിവിശേഷം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലടക്കം സൃഷ്ടിക്കുന്നുണ്ട്. അത്തരത്തിൽ വളരെ വിചിത്രമായ ഒരു സംഭവം തുരുത്തി കത്തോലിക്ക പള്ളിയിൽ ഇന്ന് സംഭവിച്ചു. അമിതമായ ലഹരി ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി 2 റൗണ്ട് ഓടിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. പള്ളിയിൽ കയറി അച്ഛന്റെ കാപ്പയും കുർബാന പുസ്തകവും എടുത്താണ് യുവാവ് ഓടിയത്. എന്ത് ചെയ്യണമെന്നറിയാതെ വിശ്വാസികളും പള്ളിയിലച്ഛനും അടക്കം സ്തംഭിച്ചു നിന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. യുവാവ് സ്ഥലകാലബോധമില്ലാതെ ഓടുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഈ വാർത്ത വന്ന ചാനലിന്റെ പേരോ മറ്റ് ഡീറ്റെയിൽസോ ഞാൻ പറയുന്നില്ല, കാരണം ഇത് അവരുടെ മാത്രം കുറ്റമായി കാണുന്നില്ല. സോഷ്യൽ മീഡിയയിൽ ഇത് പ്രചരിപ്പിച്ചവരുടെ എല്ലാം വിനോദം ആ വ്യക്തിയെയും അവരടങ്ങുന്ന ചുറ്റുപാടിനെയും മോശമാക്കുക എന്നുള്ളതായിരുന്നു. തീർച്ചയായും വാർത്ത കൊടുക്കുന്നതിൽ തെറ്റില്ല, എന്നാൽ അതിന്റെ നിജസ്ഥിതി എന്തെന്ന് ആലോചിച്ച് വേണം ചെയ്യാൻ. ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാചകം നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. അത്തരത്തിൽ വളരെ വിചിത്രമായ ഒരു സംഭവം തുരുത്തി കത്തോലിക്ക പള്ളിയിൽ ഇന്ന് സംഭവിച്ചു. അമിതമായ ലഹരി ഒരു മനുഷ്യനെ ഭ്രാന്തനാക്കി 2 റൗണ്ട് ഓടിച്ചെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ വാർത്ത ഇത്തരത്തിൽ പ്രചരിപ്പിച്ച എല്ലാവരോടുമായി പറയട്ടെ, അമിതമായ ലഹരിയിൽ ഭ്രാന്ത് പിടിച്ച വ്യക്തിയല്ല അയാൾ. ആ സഹോദരൻ മാനസിക അസ്വാസ്ഥ്യമുള്ള ഒരു വ്യക്തിയാണ്, അതിന് ചികിത്സയിൽ കഴിയുന്ന വ്യക്തിയാണ്. ഇന്ന് ആ കുടുംബത്തെയും ഒരു ഇടവക മുഴുവനെയും വേദനിപ്പിക്കുന്ന രീതിയിലേക്ക് ഈ വീഡിയോ മാറി. ഞാൻ ആദ്യം അഭിനന്ദിക്കുന്നത് ഈ വീഡിയോ ഷൂട്ട് ചെയ്ത വ്യക്തിയെയാണ്. ഈ വ്യക്തിയെക്കുറിച്ചും ഈ വ്യക്തിയുടെ രോഗാവസ്ഥയെക്കുറിച്ചും അറിഞ്ഞിട്ടും നിങ്ങൾ ആ വീഡിയോ ഷൂട്ട് ചെയ്തു. നിങ്ങൾ അതിൽ ആനന്ദം കണ്ടെത്തി. പിന്നീട് നിങ്ങളോ നിങ്ങൾ വഴി മറ്റാരെങ്കിലുമോ അത് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തു. നിങ്ങളുടെ ആനന്ദം ഇരട്ടിച്ചു. നിങ്ങളുടെ ആനന്ദത്തെ ആഘോഷമാക്കാൻ സത്യം അന്വേഷിക്കുക പോലും ചെയ്യാതെ ഒരു പറ്റം മാധ്യമങ്ങളും കൂട്ടുനിന്നോ. എന്നെ കാണുന്ന പ്രിയ പ്രേക്ഷകരോട് എനിക്കൊന്നേ പറയാനുള്ളൂ, നിങ്ങളെ തേടിയെത്തുന്ന വാർത്തകൾ എല്ലാം സത്യമാവണമെന്നില്ല. ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം കീഴ്മേൽ മറിയുന്ന മാധ്യമ ലോകത്തിന്റെ ചുഴിയിൽപ്പെടാതെ സൂക്ഷിക്കുക. നാം തമാശയായി പങ്കുവയ്ക്കുന്ന ചില കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരുവന്റെ വേദനയായിരിക്കാം.